ഒരു നദി പോലെ വിലാപം എന്ന് നമ്മൾ വെറുതെ സ്ക്രീനിൽ എഴുതുന്നല്ല സ്കെയിൻ. അത് ആ കണ്ണാടിക്കൽ ഗ്രാമത്തിന് ഒന്നാകെയുള്ള തൊണ്ടമിടറി കണ്ടമിടറി നിൽക്കുകയാണ് സ്കെയിൻ. നമ്മളും ഈ വാർത്ത ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിയാതെ ഒരു തേങ്ങൽ നമ്മുടെ തൊണ്ടയിൽ വരുന്നുണ്ട് സ്കെയിൻ. അത് നമ്മൾ പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാൻ മനഃപൂർവ്വം നമ്മളെല്ലാവരും മറച്ചു പിടിക്കുന്നുമുണ്ട് സ്കെയിൻ. അതിന് കാരണം അർജുൻ നമുക്ക് ആരെല്ലാമോ ആയിരുന്നു. നമ്മൾക്ക് കേവലം ഒരു വാർത്തയ്ക്ക് വേണ്ടിയുള്ള ഒരാളായിരുന്നില്ല അർജുൻ. നമുക്ക് ആരെല്ലാമോ ആയിരുന്നു. നമ്മളൊരു വാർത്തയ്ക്കപ്പുറം, ഒരു വാർത്ത യാന്ത്രികമായി എന്ന് പ്രേക്ഷകരോട് പറയുന്നതിനപ്പുറം അർജുൻ ജീവനോടെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച പ്രാർത്ഥിച്ചവരിൽപ്പെട്ടവരാണ് നമ്മളൊക്കെയും. അത് കാരണം ആ വേദന സ്വാഭാവികമാണ്. അത് നമ്മുടെ എല്ലാ കേരളത്തിന് ഒന്നാകെയുള്ള വേദനയാണ്. നോക്കുക സ്കെയിൻ, അവിടെ പൊതുദർശ അവൻ്റെ പ്രാരാബ്ധപ്പാടിൽ അവൻ കെട്ടിപ്പടുത്ത ചെറിയ ആ വീടിൻ്റെ മുന്നിൽ അവൻ്റെ മൃതശരീരം കിടത്തിയിരിക്കുമ്പോൾ അവനെ കാണാനെത്തുന്നവർ കണ്ണാടിക്കലുകാർ മാത്രമല്ല, കോഴിക്കോട്ടുകാർ മാത്രമല്ല, കേരളത്തിൻ്റെ എമ്പാടും നിന്നുള്ള മണിക്കൂറുകൾ യാത്ര ചെയ്തെത്തിയ നൂറായിരക്കണക്കിനായ മനുഷ്യർ ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തുകയാണ്. പൊതുദർശനം വെച്ചിരിക്കുന്നതിൻ്റെ അതിൻ്റെ രണ്ട് വശങ്ങളായി, രണ്ട് വരികളായി പൊതുദർശനം തുടങ്ങിയിട്ട് കുറേയധികം സമയമായി. എസ്കെൻ ആ നീണ്ടു കിടക്കുന്ന ക്യൂ നോക്കണം. എല്ലാ വഴികളും കണ്ണാടിക്കലിലേക്കാണ്. എല്ലാ വഴികളും കണ്ണാടിക്കലിലേക്ക് അർജുനെ ഒരു നോക്ക് കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം വരുന്നു. ആ നീണ്ടു കിടക്കുന്ന ക്യൂ ഒരു നാട് അർജുനെ എത്രത്തോളം അതുവരെ അറിയാതിരുന്ന ഒരു 30-കാരൻ എങ്ങനെയാണ് വീട്ടകങ്ങളുടെ പ്രിയപുത്രനായതെന്ന്, എങ്ങനെയാണ് ചേട്ടനായതെന്ന്, എങ്ങനെയാണ് അനിയനായതെന്ന്, എങ്ങനെയാണ് മകനായതെന്ന് എന്നൊക്കെ വ്യക്തമാകുന്നുണ്ട് ആ നീണ്ട ക്യൂ. ഇന്ന് രാവിലെ മുതൽ എന്ന് പറഞ്ഞാൽ അവിടെ കാർവാറിൽ നിന്ന് ഇവിടെ കോഴിക്കോട് കണ്ണാടിക്കലിലേക്ക് എത്തുന്ന വഴിയിൽ ഉടനീളം അർജുനെ കാണാൻ ആളുകൾ കാത്തിരിപ്പുണ്ടായിരുന്നു സ്കെയിൻ. അതിർത്തികളിൽ നിങ്ങോട്ടുള്ള വഴികളിൽ ഏറെ പുലർച്ചെ ആ സമയത്തൊക്കെ അർജുനെ കാണാൻ ആളുകൾ വീട് വിട്ടിറങ്ങി ഉറക്കം കളഞ്ഞ് റോഡിലേക്ക് ഇറങ്ങി നിന്നുവെങ്കിൽ അർജുൻ ആരായിരുന്നു അവർക്ക് ഓരോരുത്തർക്കും എന്ന് ഉറപ്പായും വ്യക്തമാകുന്നു. ഇനിയിപ്പോൾ അധിക സമയം എന്ന് പറഞ്ഞാൽ ഓർത്തു നോക്കണം. 72 നാളുകൾ ഒരു ഗംഗാവലി പുഴയുടെ, ആഴമുള്ള ഒരു പുഴയുടെ അടിത്തട്ടിൽ കിടന്നതാണ്. സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് അന്ത്യയാത്ര നൽകുക എന്നുള്ളതാണ് വീട്ടുകാർക്ക് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ആ എത്രയും പെട്ടെന്ന് ചിതയെരിഞ്ഞ് തുടങ്ങുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട യുക്തി. പക്ഷേ ഈ പൊതുദർശനം ഇങ്ങനെ നീളുമ്പോൾ ഇത്രയധികം ആളുകൾ അർജുന ഒരു നോക്ക് കാണാൻ സ്നേഹവായ്പുമായി തൊണ്ടയിടറി കണ്ണ് നിറഞ്ഞു നിൽക്കുമ്പോൾ നമുക്കൊപ്പം ചേർന്നത്. എല്ലാവരും ദുഃഖത്തിലാണ്. കണ്ണാടിക്കലുള്ള ജനങ്ങൾ മുഴുവൻ കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് അർജുന്. കണ്ണാടിക്കൽ എന്ന സ്ഥലം പറയുമ്പോൾ അർജുൻ്റെ നാടല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളാണ് ഇപ്പോൾ ഉള്ളത്. കുട്ടികൾക്ക് പോലും ഇപ്പോൾ അർജുനെ കുറിച്ച് അറിയാം. കോവിഡ് സമയത്തും പ്രളയ സമയത്തും നാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അർജുൻ വളരെ സജീവമായിരുന്നു. അതുകൊണ്ട് സംസ്കാര ചടങ്ങിലെത്തിയ നാട്ടുകാർ പലപ്പോഴും ഈ അർജുനൊരു സാമൂഹ്യ സേവന സന്നദ്ധനായിരുന്നു എന്നുകൂടി സാക്ഷ്യപ്പെടുത്തുമ്പോൾ നമുക്ക് വല്ലാത്ത അഭിമാനം തോന്നുന്നു ഈ ചെറുപ്പക്കാരനിൽ. ഒരുപക്ഷേ ജീവിതം ഈ കണ്ണാടിക്കലിലെ ഈ വീട്ടിൻ്റെ പറമ്പിലുള്ള ചിതയിൽ എരിഞ്ഞടങ്ങുമ്പോഴും ഈ ചെറിയ പ്രായത്തിനുള്ളിൽ അദ്ദേഹം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഒരുപാടാണ് നമുക്കറിയാം. വിദ്യാഭ്യാസത്തിൻ്റെ വിളിമ്പറപ്പിൽ നിന്ന് ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരികയും ഒരു ലോറിയുടെ ഡ്രൈവറുടെ സീറ്റിലേക്ക് കയറിയിരുന്ന് തൻ്റെ ജീവിതം ഓടിച്ചു പോവുകയും ചെയ്ത അപൂർവമായ സാമൂഹിക ഉത്തരവാദിത്വം കാണിച്ച ഒരു കുടുംബനാഥനാണ് അർജുൻ എന്നുകൂടി നമുക്കൊപ്പം പറയുന്നു. നമുക്ക് അല്പനിമിഷങ്ങൾക്കകം എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ കണ്ണാടിക്കൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന. വിജയകുമാർ, നമ്മളീ കാണുന്ന ചിത്രം കേരളത്തിലെ ഏറ്റവും വലിയൊരു സിനിമാ നടൻ്റെയോ അതല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒരു പൊതുപ്രവർത്തകൻ്റെയോ അല്ല, ഒരു സാധാരണ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പാടുപെട്ട ഒരു സാധാരണ ലോറി ഡ്രൈവറുടെയാണെന്നറിയുമ്പോൾ നമ്മൾക്ക് തന്നെ വിസ്മയമാകുന്നു. ഈ ചെറുപ്പക്കാരനെ ഈ നമ്മുടെ ജനങ്ങൾ ഇത്രയധികം സ്നേഹിച്ചിരുന്നുവോ? ഒരു ദിവസം ഒരുപക്ഷെ 72 ദിവസം ഈ മണ്ണിൻ്റെ ആഴങ്ങളിലൂടെയോ അമർന്നു കിടന്ന ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് പ്രാർത്ഥിച്ച ഒരുപാട് ആളുകൾ ഈ ആൾക്കൂട്ടത്തിലുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുന്നു. വിജയകുമാർ, എസ്കെൻ ഒരു സാധാരണക്കാരനാണെങ്കിലും വളരെ അസാധാരണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ, വളരെ അസാധാരണമായ ചെറുത്തുനിൽപ്പും പോരാട്ട വീര്യവും ഒക്കെ ജീവിതത്തിലാകെ കാഴ്ചവെച്ച ഒരു ചെറുപ്പക്കാരനായിരുന്നു അർജുൻ്റെ ജീവിതം. അത് തുടക്കം മുതൽ നമ്മൾ മരണം വരെയുള്ള സാഹചര്യം വിലയിരുത്തിയാൽ ആ പോരാട്ട വീര്യവും ആ ചെറുത്തുനിൽപ്പും നമ്മൾ എല്ലായിടത്തും കണ്ടതാണ്. കുടുംബത്തിൻ്റെ തങ്കും തണലുമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ഭാരം ചുമലിലേറ്റി നടന്ന ഒരു ധീരനായ ചെറുപ്പക്കാരനായിരുന്നു അർജുൻ്റെ മരണവും അങ്ങനെ തന്നെയാണ്. അർജുൻ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചത്, അർജുൻ്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങളൊക്കെ പ്രതീക്ഷിച്ചത് ആ ചെറുത്തുനിൽപ്പിൻ്റെ സ്വഭാവം, അർജുൻ്റെ ജീവിതത്തിൻ്റെ ആ സ്വഭാവം അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ പോരാട്ടത്തിൽ, മരണത്തോടുള്ള പോരാട്ടത്തിൽ അർജുന് തോൽവി സംഭവിച്ചു, തോൽവി സമ്മതിക്കേണ്ടി വന്നു. പക്ഷേ അപ്പോഴും അർജുൻ ജീവിക്കുന്നത് ഈ പറയുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലാണ്, ഹൃത്തടങ്ങളിലാണ് എന്നതാ ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നുണ്ട്. അവിടേക്കാണ് മുഴുവൻ ആളുകളും, മുഴുവൻ വഴികളും അർജുൻ്റെ കണ്ണാടിക്കലിലെ വീട്ടിലേക്കാണ് മുഴുവൻ ആളുകളും അവിടേക്കാണ് ഒഴുകിയത്.
എത്തുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ അറിയാം, ആളുകളുടെ അണമുറിയാത്ത പ്രവാഹമാണ്. അവിടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ആ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് എത്തുകയാണ്. 11 മണിക്ക് സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ നിലയിൽ അത് സാധ്യമാകുമെന്ന്. കാരണം അവിടേക്ക് വരി നീണ്ടു വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ അണമുറിയാത്ത ജനപ്രവാഹമാണ് ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. തീർച്ചയായിട്ടും കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് കണ്ണാടിക്കൽ എന്ന ഈ സ്ഥലം. രാവിലെ 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇത്രയധികം ആളുകൾ ഒരു നോക്ക് കണ്ടു കഴിഞ്ഞ് അവസാനമായി യാത്രാമൊഴി നൽകി കഴിയുമ്പോഴേക്കും ഒരുവിധം സമയമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ജനങ്ങളുടെ ഒഴുക്ക് നിലച്ചിട്ടില്ല. എല്ലാ കണ്ണുകളും ഇപ്പോൾ കണ്ണാടിക്കലിലേക്ക്, എല്ലാ ജനങ്ങളും ഇപ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നു. ഈ പാതയോരത്ത് കണ്ണീർ ഘനീഭവിച്ച് നിൽക്കുന്ന മനസ്സുമായി ഒരുപാട് ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇയാളെ ഒരു നോക്ക് കാണാൻ അർജുൻ എന്ന ചെറുപ്പക്കാരൻ, നമ്മുടെ പല രീതിയിലും ഒരു മോഡലായ ചെറുപ്പക്കാരൻ, +1 വിദ്യാഭ്യാസ കാലത്ത് ഈ വിദ്യാഭ്യാസം തൻ്റെ വീട്ടുകാരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി ഉപേക്ഷിച്ചു പോയ, കർണാടകത്തിലേക്ക് വണ്ടി ഓടിച്ച് ഈ ഗംഗാവാലിപ്പുഴയുടെ അഗാധങ്ങളിലേക്ക് ജീവിതം ഹോമിക്കപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ്റെ കാലയവനികയ്ക്കുള്ളിൽ പോകുന്ന ജീവിതത്തിന് അന്ത്യയാത്ര നൽകാനാണ്, അന്ത്യപ്രണാമം അർപ്പിക്കാനാണ് ഈ ജനക്കൂട്ടം മുഴുവൻ ഒഴുകിയെത്തിയിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. ഒരുപക്ഷെ കണ്ണീരോർമ്മയായി അർജുൻ നമ്മുടെ മനസ്സിൽ ജീവിക്കുമ്പോൾ ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സുകളിൽ ഒരുപാട് കാലം ഈ മനുഷ്യൻ ജീവിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അർജുൻ്റെ കുടുംബം, അതായത് പിതാവ് പ്രേമനും അതുപോലെ അമ്മ ഷീലയും ഭാര്യ കൃഷ്ണപ്രിയയും കുഞ്ഞു മകൻ അയാനും സഹോദരി അഞ്ജുവും സഹോദരി ഭർത്താവ് ജിതിനും മറ്റൊരു സഹോദരിയായ അഭിരാമിയും സഹോദരൻ അഭിജിത്തും ഒക്കെ ഒരുപക്ഷെ ഈ സന്തോഷിക്കുന്നുണ്ടാവും. അവരുടെ ഈ ദുരന്തമുഖത്ത്, അവരുടെ ഈ കണ്ണീർ പാടത്ത് അവർ ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം. ആയിരക്കണക്കിന് മലയാളി ജനസമൂഹം ഈ കണ്ണാടിക്കൽ ബസ്സിലെത്തി വിദൂരങ്ങളിലിരുന്ന് ഈ ടെലിവിഷൻ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഉൾപ്പെടെ എത്രയോ പതിനായിരങ്ങൾ ഇന്ന് അർജുൻ്റെ ഉറ്റവരും ഉടയവരുമാണ്. അർജുൻ്റെ കുടുംബത്തെ നെഞ്ചോട് ചേർക്കാൻ താല്പര്യമുള്ളവരാണ്. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാങ്ങുന്നില്ല. സ്നേഹിക്കാൻ കുറേ മനസ്സുകൾ നിങ്ങളുടെ പിന്നാലെയുണ്ട് എന്ന് നിങ്ങൾ കരുതുക. കുറച്ച് സമയം കൂടി കഴിയുമ്പോൾ ഈ ചിത കത്തിത്തീരും. കാലയവനികയ്ക്കുള്ളിലേക്ക് മറ്റൊരു ചരിത്രത്തിലേക്ക് അർജുനും ചേക്കേറും. പക്ഷേ കണ്ണീർ ഓർമ്മയായിട്ട് നമ്മൾ ഈ പ്രണാമം ഇപ്പോൾ അർപ്പിക്കുന്ന ഈ ചെറുപ്പക്കാരൻ ഒരുപാട് കാലം നമ്മുടെ മനസ്സിനെ വേട്ടയാടുക തന്നെ ചെയ്യും. കാരണം ഇത്രയധികം ദിവസങ്ങൾ ഒരു മനുഷ്യന് വേണ്ടി ഒരു രക്ഷാദൗത്യം നൽകി അദ്ദേഹത്തിൻ്റെ അവസാന സമയം എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ 2 സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും കുറേ ജനങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ചത് ഈ അർജുൻ്റെ കഥയിൽ മാത്രമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. വർത്തമാനകാലത്ത് അർജുൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം, അദ്ദേഹത്തിന് നമ്മൾ അർപ്പിക്കുന്ന ഈ കണ്ണീർ പ്രണാമം, ഇതൊക്കെ കേരള ചരിത്രത്തിൻ്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സമാന ഗതിയിൽ ഒരു സമയത്ത് MG രാമചന്ദ്രൻ വിദേശ നാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യസമയത്ത് ചികിത്സയ്ക്ക് പോയി അദ്ദേഹം ചേതനയേറ്റ ശരീരവുമായി തമിഴ്നാട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ അവിടെ കണ്ട ജനസമൂഹത്തെ കണ്ട് ആ കൂടെ വന്ന ഡോക്ടേഴ്സ് അത്ഭുതപ്പെട്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ അത്ഭുതമാണ് ഇപ്പോൾ കണ്ണാടിക്കലിലും സംഭവിക്കുന്നത്. കണ്ണാടിക്കലെ വീട്ടുവളപ്പിൽ ഇപ്പോൾ തടിച്ചുകൂടിയ ജനങ്ങളൊക്കെ തന്നെ ഒരുപാട് ദുഃഖഭരിതരായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. കാരണം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളിൻ്റെ വിയോഗമാണ് അവർക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. ഈ ചെറുപ്പക്കാരനെ കണ്ണീർ പ്രണാമം അർപ്പിക്കുകയാണ് വീണ്ടും S. വിജയകുമാർ. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ജനസഞ്ചയം അത് കേവലം ഒരു ജനക്കൂട്ടമല്ല, ഒരു ഹൃദയത്തിൽ ദുഃഖം ഘനീഭവിച്ച മനസ്സുമായി അവിടേക്ക് എത്തുന്ന അർജുനെ ഒരു നോക്ക് കാണാൻ, ഒരിക്കൽ കൂടി വിട നൽകാൻ എത്തുന്ന ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ്. നമുക്ക് അറിയാം, ഇത് അർജുനെ കഴിഞ്ഞ 72 ദിവസമായി അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ ദുഃഖിച്ച, വളരെ ഹൃദയവേദനയോടെ കാത്തിരുന്ന ഒരു ജനക്കൂട്ടം. അത് കേവലം കണ്ണാടിക്കലിൽ മാത്രം, കോഴിക്കോട് മാത്രം ഒതുങ്ങി നിന്നല്ല, വടക്കൻ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നതല്ല, കേരളം മുഴുവൻ മലയാളികളുള്ള എല്ലായിടത്തും ആ ചോദ്യം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരുന്നു. അതിന് ഉത്തരം കിട്ടിയ നിമിഷം യഥാർത്ഥത്തിൽ വിങ്ങിപ്പൊട്ടുന്ന മനസ്സുമായാണ് ആ വാർത്ത എല്ലാവരും അറിഞ്ഞത്. അർജുൻ ആ ലോറിയുടെ ആ പുഴയുടെ അഗാധങ്ങളിൽ ആ ലോറിയിൽ നിശ്ചലനായി ഉണ്ട് എന്ന വിവരം അറിഞ്ഞത് വളരെ വലിയ ഹൃദയവേദനയോടെയാണ്, മുറിവേറ്റ ഹൃദയത്തോടെയാണ്. പക്ഷെ അപ്പോഴും നേരിയ ഒരു സമാധാനം, ഇപ്പം മനാഫ് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് സന്തോഷമില്ല, ആശ്വാസമില്ല, പക്ഷേ ഒരു മനസമാധാനമുണ്ട്. അർജുൻ എന്തു പറ്റിയെന്ന ചോദ്യത്തിന് ആ കുടുംബത്തിന് കൊടുക്കാൻ ഒരു ഉത്തരമുണ്ട് എന്നൊരു സമാശ്വാസം, ഒരാശ്വാസം, ഒരു മനസ്സമാധാനമുണ്ട് എന്ന് അന്ന്
ലോറി ഉടമ മനാഫ് പറഞ്ഞത് ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കുകയാണ്. അങ്ങനെ ഒരു മനസമാധാനത്തിൻ്റെ ചെറിയ തോതിൽ ഒരു ശാന്തിയുടെ സാഹചര്യം കൂടി ഇവിടെയുണ്ട്. കാരണം അർജുനെ കാണാനില്ല എന്ന വിവരവും അറിഞ്ഞ ആ കുടുംബം ഇനി ജീവിക്കേണ്ടി വന്നാൽ തുടർന്ന് ജീവിക്കേണ്ടി വരുന്നത് എത്ര ഹൃദയവേദനയുള്ള കാര്യമാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനൊരു ഉത്തരം കൊടുക്കാൻ പറ്റി എന്നതാണ് ഈ തെരച്ചിൽ, ഈ ദൗത്യം, ഷിരൂർ ദൗത്യം നമുക്ക് നൽകുന്ന ഒരു പാഠം. അവിടെ അർജുൻ ആ പുഴയുടെ അഗാധങ്ങളിലേക്ക് പോയി അർജുൻ്റെ മൃതദേഹം നമുക്ക് കിട്ടി. അത് സംസ്കരിക്കാൻ ആ ബന്ധുക്കൾക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ചിത ഒരുങ്ങുന്നിടത്ത് അവർക്ക് ആ ഓർമ്മകൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് അർജുനെ ഓർക്കാൻ അവസരമുണ്ട് എന്നത് മാത്രമാണ് ഇവിടെ ഈ ഘട്ടത്തിൽ ഉള്ള ഒരു സമാധാനം. എസ് കെ. ഓക്കെ, വിജയകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്. രതീഷ് പരമേശ്വരൻ പറയാണ്, വളയം പിടിച്ച് മരിക്കേണ്ടി വന്ന സഹോദര, വളയം പിടിക്കുന്ന എൻ്റെയും കണ്ണീർ പ്രണാമം എന്ന് പറയുന്നു. ഒരുപാട് ഡ്രൈവേഴ്സിന് ഒരു ആവേശത്തിൻ്റെ പ്രതീകമായി അർജുൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുപാട് കുടുംബിനികൾ, അമ്മമാർ, കുഞ്ഞുങ്ങൾ, കുട്ടികൾ ഇവരെല്ലാവരും തന്നെ കണ്ണാടിക്കലെ വസതിയിലെത്തിയിട്ടുണ്ട്. ഈ ഒരു അവസാന വിടചൊല്ലലിന് കണ്ണാടിക്കൽ ഗ്രാമം തയ്യാറാകുന്നു. ഈ കണ്ണാടിക്കലിൻ്റെ വിശുദ്ധി നിറഞ്ഞ ഗ്രാമത്തിന് ഇതൊക്കെ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ് ഇന്ന് നമ്മൾക്കറിയുന്നു. തെളിനീരുപോലെ ഗംഗാവലി പുഴ തെളിഞ്ഞു കിടക്കുമ്പോഴാണ് അഗാധങ്ങൾ മണ്ണിനോട് ചേർന്ന് ഈ ലോറി കണ്ടതും ആ ലോറിക്കുള്ളിൽ ഈ മനുഷ്യനെ കണ്ടെത്തിയതും. അർജുൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം ഈ ഗംഗാവലി പുഴയിൽ അവസാനിക്കുമ്പോൾ നമ്മളിൽ വലിയൊരു സ്നേഹത്തിൻ്റെ പുഴ ഒഴുകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ പുഴ ഒഴുകിയതിൻ്റെ പരിണിത ഫലമാണ് ഇവിടെ തടിച്ചുകൂടുന്ന ജനങ്ങൾ. ഈ കണ്ണീർ പാടത്തേക്ക് വരുമ്പോൾ അവർക്ക് ഒരു കാര്യമേ ഉള്ളൂ, തങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഈ ചെറുപ്പക്കാരന് അന്ത്യയാത്രാമൊഴി നൽകുക, സ്നേഹത്തിൻ്റെ കണ്ണീർ പൂക്കൾ അർപ്പിക്കുക, അന്ത്യാഞ്ജലി നൽകുക. ഒരു നാട് മുഴുവൻ തകർന്നു പോകുന്ന ദുഃഖകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ണാടിക്കലുള്ളത്. ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണാടിക്കൽ എന്ന് പറഞ്ഞാൽ കണ്ണുനീരിൻ്റെ പ്രതീകമായി മാറിയെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എല്ലാവരും ഈ പ്രദേശത്തെത്തുന്ന മുഴുവൻ ആളുകളും വല്ലാത്ത അതിവൈകാരികതയിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ലോകത്ത് ചരിത്രത്തിൽ കേട്ടുകഴിവില്ലാത്ത 72ഓളം ദിവസങ്ങൾ നീണ്ടുപോയ ഒരു രക്ഷാ ദൗത്യത്തിന് ഈ കാർവാറിലെ ഷിരൂർ എന്ന് പറയുന്ന ഈ പ്രദേശം സാക്ഷ്യം വഹിക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാനും നമ്മുടെ ലക്ഷക്കണക്കിന് വരുന്ന അസംഖ്യം പ്രേക്ഷകരെ ഈ വിവരങ്ങൾ ഒരു ദൃശ്യങ്ങൾ പോലെ ചോർന്നു പോകാതെ നൽകാനും വാക്കുകൾ കൊണ്ട് ഒരുപക്ഷെ പുതിയൊരു രക്ഷാ സാഹചര്യം അതിൻ്റെ വല കെട്ടുവാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു മാധ്യമപ്രവർത്തനാണ് ഹാഷ്മി. ഹാഷ്മി കൂടി നമുക്കൊപ്പം ചേരുന്നു. ഹാഷ്മി, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ കടന്നു വരുന്ന ആളുകൾക്കൊക്കെ തന്നെ അവർക്കൊന്നേ അറിയൂ, ഈ എന്നേക്കുമായി അർജുൻ ഇല്ലാതായിരിക്കുന്നു. ഇനി അർജുനെ ഓർമ്മകളിൽ മാത്രമേ അർജുൻ ജീവിക്കൂ. ഒരു കണ്ണീർ പുഴയോരം താണ്ടി വരുന്ന ഈ മനുഷ്യരൊക്കെ തന്നെ നമ്മുടെ ജീവിത പാഠപുസ്തകത്തിലെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി മാറുന്നു. സ്നേഹം ഒരു വീർപ്പുമുട്ടലായി അവർക്കുള്ളിൽ ജീവിക്കുമ്പോഴും അവർ അർജുനന് യാത്രാമൊഴി ചൊല്ലാൻ എത്തി എന്നുള്ളത് വലിയ കാര്യമാണ്. അർജുൻ്റെ വീട്ടിൻ്റെ മുറ്റം നിറയെ ആളുകളാണ്, റോഡിലേക്ക് ക്യൂ പരക്കുകയാണ്. ഇപ്പോഴും ഒഴുക്ക് നിലച്ചിട്ടില്ല